അപ്പൊ ഇത്തരത്തിൽ നല്ലത് ചിന്തിക്കുന്ന മക്കൾ തങ്ങളുടെ വരുതിക്ക് ഒരു പയ്യൻ, ഒരു ചെറുപ്പക്കാരൻ വന്നില്ല എന്നതിൻ്റെ പേരിൽ ക്രൂരമായി പീഡിപ്പിച്ച് അവനെ തല്ലിക്കൊന്ന ശേഷം സാർ ദയവ് ചെയ്ത് അങ്ങയെപ്പോലുള്ളവരെ ഇങ്ങനത്തെ ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് ന്യായീകരിക്കരുത് സാർ. അതിനെ നല്ല റാഗിങ് അല്ല, അല്ലെങ്കിൽ ഒരു റാഗിങ്ങിനാൽ കൊല്ലപ്പെട്ടു. ഇതിൽ എന്ത് രാഷ്ട്രീയ കുറവാണ് സാർ ഉള്ളത്? ഇത് രാഷ്ട്രീയം തന്നെയല്ലേ? 1 മുതൽ 4 വരെയുള്ള പ്രതികൾ ആരാണ് സാർ? ഈ 4 പ്രതികളിൽ കമ്മ്യൂണിസ്റ്റിന്റെ ആശയത്തിന്റെ 1% അവരിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കൊലപാതകം നടക്കില്ല സാർ. സഹജീവി സ്നേഹമാണ് കമ്മ്യൂണിസം എന്ന് ഒരു 7 വർഷം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചതിന്റെ പേരിൽ പാർട്ടി ക്ലാസ്സുകളിൽ നിന്നും മനസ്സിലായപ്പോൾ ഉത്തേജനം കൊണ്ടൊരു വ്യക്തിയാണ് ഞാൻ. സഹജീവി സ്നേഹം, തന്നെ പോലെ തൻ്റെ സഹജീവിയും ജീവിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു പ്രസ്ഥാനം ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയെ നൂൽബന്ധമില്ലാതെ പാർട്ടിയുടെ ഒരു പ്രത്യേക ഇടിമുറിയിൽ കൊണ്ടുവന്ന് നിത്യേന ഒപ്പിടിവിച്ച് അവനോട് ക്രൂരമായിട്ടുള്ള മാനസിക പീഡനം നടത്തിയ ശേഷം നിങ്ങളെപ്പോലുള്ളവർ ഇത്തരം ചാനലിൽ വന്നിരുന്നിട്ട് ന്യായീകരിക്കുമ്പോൾ എന്ത് മക്കളുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് സാർ? താങ്കൾക്കറിയോ, ഇതേപോലെ ഈ ജനൻ ടിവിയുടെ ചർച്ചയിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ ഒരു അനൂപ് വന്ന് ചർച്ചയിൽ നേരിട്ട് പങ്കെടുത്തു. ഒറ്റ കണ്ണാണ്, ഒരു കണ്ണാണ് ആ വ്യക്തിക്കുള്ളത്. ആ കണ്ണ് നഷ്ടപ്പെടുത്തിയത് അങ്ങ് ഈ ന്യായീകരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി സംഘടനയുടെ ആളുകൾ കോളേജിൽ ഒരു ചെയർമാൻ സ്ഥാനത്ത് മത്സരിച്ചു എന്നതിൻ്റെ പേരിൽ ആ വ്യക്തി അനൂപ് ആ വ്യക്തിക്ക് കൊടുത്ത സമ്മാനമായിരുന്നു സാർ. ഈ റാഗിങ്ങിനെ പറ്റിയിട്ട് കഴിഞ്ഞ ആഴ്ച മാതൃഭൂമിയിലെ ഒരു ലേഖനം വന്നിരുന്നു അവരുടെ എഡിറ്റോറിയൽ പേജിൽ. അതിലെ റാഗിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിലെ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് അംഗവൈകല്യവും മരണവും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സാർ അതിലെ 99% നടത്തിയിട്ടുള്ളത് SFI എന്ന പ്രസ്ഥാനമാണ് സാർ. അവിടെയാണ് ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത്, നേതാക്കൾ നന്നായാൽ അണികൾ നന്നാവും, അണികൾ നന്നായാൽ യുവജന സംഘടന നന്നാവും, യുവജന സംഘടന നന്നായാൽ വിദ്യാർത്ഥി പ്രസ്ഥാനം നന്നാവും. ഈ ശിവൻകുട്ടിയെ നോക്കിയിട്ടും ഈ A റഹീമിനെ നോക്കിയിട്ടും പിന്നെ ഞങ്ങൾ മാന്യമായിട്ട് 3 പേരെ തല്ലിക്കൊന്നു ഞങ്ങൾക്കെതിരായവരെ എന്ന് പറയുന്ന MM മണിയെ നോക്കിയിട്ടും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്താണ് സാർ, എന്ത് സന്ദേശമാണ് ഈ നേതാക്കൾക്ക് നൽകാനുള്ളത്? പിന്നെ അങ്ങ് പിണറായി വിജയന്റെ മഹാമനസ്കതയെയും അദ്ദേഹം താങ്കൾ രോഹിണിയോട് ചോദിക്കുന്നത് കേട്ടു, പറയൂ എന്താണ് CBIക്ക് വിടാൻ പറഞ്ഞിട്ട്? ഞാൻ പറയട്ടെ സാർ. ഷുഹൈബ് എന്ന് പറയുന്ന ഒരു യുവാവ് കേരളത്തിൽ അതിക്രൂരമായി കൊല്ലപ്പെട്ടു. അതിൻ്റെ അന്വേഷണം പോലീസ് ഏറ്റെടുത്തു. ആ അന്വേഷണത്തിൽ കൊല്ലപ്പെട്ടവരെ മാത്രമേ അറസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്ന് കണ്ട അവരുടെ മാതാപിതാക്കൾ, ഈ സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളെ പോലെ തന്നെ അവർ എന്ത് ചെയ്തു? CBI അന്വേഷണം താങ്കളുടെ ഈ പിണറായി വിജയനോട് ആവശ്യപ്പെട്ടു. ആ അന്വേഷണത്തിന്റെ ആ ആവശ്യപ്പെടലിനെ അങ്ങേയറ്റം നിസ്സാരവൽക്കരിച്ചപ്പോൾ അവർ ഹൈക്കോടതിയിൽ പോയി. സാർ, ഹൈക്കോടതിയിലെ അങ്ങയുടെ ഈ പാർട്ടി ഡൽഹിയിൽ നിന്നും കൊണ്ടുവന്ന അഭിഭാഷകനാണ്. അങ്ങയിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാവുമല്ലോ ഡൽഹിയിൽ നിന്നും കൊണ്ടുവന്നത്. സാർ 98 ലക്ഷം രൂപയാണ് സാർ പാവപ്പെട്ടവന്റെ നികുതി പണം കൊടുത്തിട്ട് എന്തിനു വാദിച്ചതെന്നറിയോ? ഈ അന്വേഷണം CBI വേണ്ട എന്ന് വാദിച്ചത്. താങ്കൾ ചോദിച്ചില്ലേ രോഹിണിയോട് എന്താണ് ഇതിലും വലിയ തെളിവ് വേണം? രാഷ്ട്രീയ കൊലപാതകമാണ് സാർ. 2 യുവാക്കൾ കൃപേഷ് ശരത്ലാലിന്റെയും കൊലപാതകത്തിലെ ഇതേ അന്വേഷണം. അതിലത്തെ ഒരു കാര്യം താങ്കൾ മനസ്സിലാക്കണം, അതിലൊരു കുട്ടിയുടെ അച്ഛൻ CPM പ്രവർത്തകനാണ്. അദ്ദേഹവും പറയുന്നത് എന്താ? കൊന്നവരെ പിടിച്ചിട്ടുണ്ട്, കൊല്ലിച്ചവരെ പിടിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ഈ അന്വേഷണം CBI അന്വേഷണം വേണം. മുഖ്യമന്ത്രി നിരസിച്ചു. അത് നേരെ ഹൈക്കോടതിയിൽ അവരെ മാന്യമായിട്ട് അവരുടെ കയ്യിൽ നിന്ന് കാശ് മുടക്കിയിട്ട് പുറമേ നിന്ന് അഭിഭാഷകരെ കൊണ്ടുവരാൻ സർക്കാർ ഖജനാവിൽ നിന്ന് മുടക്കിയിട്ടല്ല, സ്വന്തം പോക്കറ്റിലെ പൈസ കൊടുത്തിട്ട് അഭിഭാഷകരെ നിർത്തിയിട്ട് കേസ് വാദിച്ചപ്പോൾ 1,02,00,000 രൂപ ചെലവാക്കിയത് പൊതുഖജനാവിൽ നിന്നും എന്തിനു വേണ്ടിയിട്ടായിരുന്നു അങ്ങയുടെ പാർട്ടി? ഈ കേസ് CBI അന്വേഷിക്കേണ്ട. ഇനി എന്താണ് താങ്കൾക്ക് തെളിവ് വേണ്ടത്? താങ്കളുടെ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി CBI അന്വേഷണം ആരാവശ്യപ്പെട്ടിട്ട് നടത്താത്തത് എന്നുള്ളതിനെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് CBIക്ക് വിട്ടില്ല എന്ന് മാത്രമല്ല, അതാവശ്യപ്പെട്ട് പരമോന്നത നീതിപീഠത്തെ സമീപിച്ചപ്പോൾ പൊതുഖജനാവിലെ പണം കൊടുത്ത് പുറമേ നിന്നുള്ള അഭിഭാഷകരെ കൊണ്ടുവന്നിട്ടാണ് പറഞ്ഞത് ഈ കേസ് CBI അന്വേഷിക്കേണ്ട. പക്ഷെ കോടതിക്ക് ആ കേസ് ഈ ശരത്ലാലിന് പ്രിയേഷിന് കേസ് ബാധിച്ചപ്പോഴാണ് കോടതി പറഞ്ഞത് ഈ കേസ് അന്വേഷിച്ച കേരള പോലീസ് പ്രതികളെ രക്ഷപ്പെടുത്താനാണോ ഈ കേസ് അന്വേഷിച്ചത് എന്ന് ചോദിച്ചത് അങ്ങൊരു അഭിഭാഷകനല്ലേ? സാർ, നീതി ലഭിക്കുന്നില്ല സാർ ഈ സർക്കാരിൽ നിന്നും, ഇവിടുത്തെ യുവജന വിദ്യാർത്ഥി സംഘടനകളിൽ നിന്നും, ഇവിടുത്തെ നികുതിദായകർക്ക് ജീവിക്കാനുള്ള ചുറ്റുപാടില്ല. അത് വേണമെന്ന് ആവശ്യപ്പെടുന്നവർ പാർട്ടി വിരുദ്ധരാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നശിക്കേണ്ടവരാണ് എന്നൊന്നും പറയുന്നത് ശരിയല്ല സാർ. ഒരു കാര്യം കൂടി അങ്ങേ ഓർമ്മപ്പെടുത്തുകയാണ്. ക്രൂരനായ സദ്ദാം ഹുസൈൻ ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരെ ലക്ഷക്കണക്കിനെന്നും പറയുന്നുണ്ട്, കോടിക്കണക്കിനെന്നും പറയുന്നുണ്ട്,
കൊന്ന സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റിയപ്പോ പ്രതിഷേധ ജാഥ നടത്തിയവരാണ് സാർ ഇവിടുത്തെ SFIക്കാർ. ഒരു SFI വിദ്യാർത്ഥി അതിന്റെ കുറ്റബോധം കൊണ്ട് ഇപ്പൊ പുറത്തു വന്നിട്ട് വിളിച്ചു പറയുന്നുണ്ട് 10-12 പ്രതിഷേധ ജാഥകൾ നടത്തിയിട്ട് മുന്നിൽ വന്ന വാഹനങ്ങളുടെ ചില്ലടിച്ച് തകർത്തത് എനിക്ക് പശ്ചാത്തപിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രതിഷേധം നടത്തിയവർ ഇന്ന് ഇവിടുത്തെ പാവപ്പെട്ടവർ ലോൺ എടുത്ത് തങ്ങളുടെ മക്കളെ ഇതൊന്നും മുഴുമിപ്പിക്കട്ടെ, ലോൺ എടുത്ത് കോളേജിലേക്ക് അയക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനം പൂർത്തിയാക്കാൻ ഒരു വിദ്യാർത്ഥി സംഘടന കൊണ്ട് സാധിക്കുന്നില്ല എന്ന അവസ്ഥ കേരളത്തിലുണ്ടെങ്കിൽ അത് ഭീതിജനകമാണ് സാർ. എന്ത് സാക്ഷര കേരളം, എന്ത് പ്രബുദ്ധ കേരളം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്.